പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാവുന്നത് ഇപ്പം നമ്മളിപ്പോൾ രണ്ട് വാഹനങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞു. ഡീസലും പെട്രോളും എങ്ങനെയാണ് വണ്ടിക്കകത്ത് ഇരുന്ന് വാഹനത്തിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമ്മൾ പറഞ്ഞു തന്നു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ വാഹനം കൊണ്ട് നിർത്തുമ്പോൾ പമ്പിൽ ഇപ്പോൾ പെട്രോൾ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി കൊണ്ട് നിർത്തുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ക്യാപ്പ്, അതായത് ഫ്യൂൽ ടാങ്ക് ക്യാപ്പ് വരുന്നത് ഏത് സൈഡിലാണെന്നുള്ളതിൻ്റെ കൂടി ഇതിനകത്ത് വാഹനത്തിനകത്ത് തന്നെ ഇരുന്നുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതും അറിയാവുന്നവർ, ഞാൻ പറഞ്ഞ അറിയാവുന്നവർ വീഡിയോ വിട്ട് കളഞ്ഞാൽ നോക്കണ്ട. അറിയാൻ പാടില്ലാത്തവർ ഇത് മനസ്സിലാക്കി മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അറിയാനാണ് ഫ്യൂൽ ടാങ്കിൻ്റെ ക്യാപ്പ് അറിയാൻ ഇതാണ് ഫ്യൂൽ മീറ്ററിൻ്റെ അകത്തുള്ള ഫ്യൂൽ മീറ്ററിൻ്റെ ഇതിൻ്റെ ഗേജിൽ തന്നെ അവിടെ തന്നെ ഫ്യൂൽ ടാങ്കിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ആരോ കണ്ടാവും, ഒരു ആരോ കൊടുത്തിരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, വീഡിയോ കാണാൻ കഴിയുന്നില്ലേ? ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. ആ ആരോ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന വാഹനങ്ങൾക്ക് ഉള്ള ആരോയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന വാഹനത്തിൻ്റെ ഫ്യൂവലിൻ്റെ ടാങ്ക് കാണിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഇത് കണ്ടോ, ഈ വണ്ടിക്കകത്ത് ഫ്യൂവലിൻ്റെ മീറ്ററാണ് ഈ കാണുന്നത്. അതിനകത്ത് ഫ്യൂവലിൻ്റെ ടാങ്കിൻ്റെ പടം കൊടുത്താലുണ്ടോ, അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊടുത്താലുണ്ട് ആരോ. അപ്പോൾ ഈ വാഹനത്തിനകത്ത് റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ഫ്യൂവൽ നിറയ്ക്കാനുള്ള ക്യാപ്പ് വരുന്നതെന്ന് ഉള്ള ആരാണ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇന്ധനം നിറയ്ക്കുക വാഹനത്തിൻ്റെ ഇന്ധനം ഏതാണെന്ന് മറ്റൊരു വാഹനം നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ ആ വാഹനത്തിൽ വരുന്ന ഇന്ധനം ഏതാണെന്നുള്ളതും, അതുപോലെ പമ്പിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇന്ധനം അടിക്കുന്ന ടാങ്കിൻ്റെ ക്യാപ്പ് വരുന്ന സൈഡ് ഏതാണെന്നും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതായിരിക്കും, നന്നായിട്ട് മനസ്സിലായി എല്ലാവരും. പിന്നെ അതുപോലെ ഇത് അറിയാവുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് വിട്ടുകാരെ നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അറിയില്ലാത്തവർക്ക് കിട്ടിയ ഒരു അറിവായിട്ട് നിങ്ങൾ കരുതി നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും നിങ്ങളുടെ ഷെയറും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബും ആണ് ഞങ്ങളുടെ ഏറ്റവും വലുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.